ഇന്ന് 25 വയസ്സിന് മുകളിലേക്കുള്ള എല്ലാ ചെറുപ്പക്കാരിലും കാണുന്ന ഒരു പ്രശ്നമാണ്. 120/80 ആയിരുന്നു നോർമൽ ബ്ലഡ് പ്രഷർ. ഇന്ന് എല്ലാവരുടെയും ഒരു 130, 140 സിസ്റ്റോളിക് പ്രഷർ എന്ന് വെച്ചാൽ ഹൃദയം വർക്ക് ചെയ്യുന്ന സമയത്ത്, ഹാർട്ട് വർക്ക് ചെയ്യുന്നുള്ള ഒരു പ്രഷർ ലെവൽ കൂടുന്നുണ്ട്. അതിനൊരു പ്രധാന കാരണമാണ് ഈ വ്യായാമക്കുറവുകളും ഈ ആഹാര രീതിയും. അതുപോലെ തന്നെയാണ് ചെറുപ്പക്കാരിൽ ഇപ്പോൾ നമ്മൾ ഒരു ടോട്ടൽ കൊളസ്ട്രോൾ എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന ഒരു ഉയർച്ചയും അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡിലുണ്ടാകുന്ന വേരിയേഷനും എല്ലാം ഇതിനോടനുബന്ധിച്ച് സംഭവിക്കുന്ന ഒരു കാരണങ്ങളാണ്. ചെറുപ്പക്കാരിലെ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ പോലും ഫാറ്റി ലിവർ അവർക്ക് ഉണ്ടാകുന്നു, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ചിലരൊക്കെ ആസിഡിറ്റി കംപ്ലൈൻറ്റ് ചെയ്യാറുണ്ട്, കോൺസ്റ്റിപ്പേഷൻ പലരിലും വരാറുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു ടോട്ടലായിട്ട് അവരിലുണ്ടാകുന്ന സ്ട്രെസ്സ്, അതും ഇന്ന് മാനസിക സമ്മർദ്ദവും കൂടി വരുന്നു. ഇതെല്ലാം ഇതിൻ്റെ ഒരു ചെറിയ സിംറ്റംസ് ആണ്, കോംപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. കേൾക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ, ഇത് കോമൺ ആണെന്ന് നമുക്ക് തോന്നുമെങ്കിലും പക്ഷേ നമുക്കറിയാമല്ലോ, ഒരു രോഗം ഉണ്ടാകുന്നത് പല പല ഘടകങ്ങൾ ചേരുമ്പോഴാണ്. അതെല്ലാം അത്യധികമായിട്ട് ചേരുമ്പോൾ ആ രോഗത്തിലേക്ക് തന്നെ നമ്മൾ വരുന്നു. ആദ്യമായി തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ, നമ്മുടെ വൈകുന്നേരങ്ങളിലുള്ള ഒരു സജഷൻ ആണെങ്കിൽ വൈകുന്നേരങ്ങളിലുള്ള ആഹാരങ്ങൾ, ഡിന്നറൊക്കെ സാവധാനം നമ്മൾ നേരത്തെയാക്കുക. ഒരു 7-8 മണിക്ക് മുമ്പ് നമ്മൾ ഡിന്നർ കഴിക്കുക. ലേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഭക്ഷണ രീതികൾ നമുക്ക് നല്ലതല്ല. മാക്സിമം നമ്മൾ കഴിക്കുന്ന വൈകുന്നേരങ്ങളിലെ ആഹാരങ്ങളിൽ കൂടുതൽ ഫൈബർ ആയിട്ടുള്ള നാരുകളടങ്ങിയ ഭക്ഷണങ്ങളെ ചേർക്കുകയും ആവശ്യത്തിന് ഫ്ലൂയിഡ് ചേർക്കുകയും അതുപോലെ തന്നെ വൈകുന്നേരമുള്ള ആഹാരത്തിൽ നിന്ന് മാംസാഹാരങ്ങൾ, എക്സസീവ് ആയിട്ടുള്ള പ്രോട്ടീനെ കുറച്ച് നിർത്തുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. മാത്രമല്ല, ഇതിനകത്ത് ചില കാര്യങ്ങൾ നമുക്ക് ചില തിരുത്തലുകൾ വരുത്തുമ്പോൾ തന്നെ ഞാൻ പൊതുവെ പറഞ്ഞതാണ്, നമ്മുടെ ആഹാരത്തിൽ നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ ദഹനത്തെ അത് സഹായിക്കും. ഒരു 3-4 ലിറ്റർ വരെയെങ്കിലും വെള്ളം ദിവസവും നമുക്ക് കുടിക്കുന്നത് നമ്മുടെ ബോഡി വളരെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുകയും യൂറിക് ആസിഡ് പോലത്തെ മറ്റു പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാവാതിരിക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ കഴിയുന്നെങ്കിൽ നമുക്കൊരു 10 മണിക്ക് ശേഷമെങ്കിലും ഉറങ്ങാൻ സാധിച്ചാൽ ഒരു 7 മണിക്കൂറെങ്കിലും നമ്മുടെ ഉറക്കത്തെ ക്രമീകരിച്ച് കൊണ്ടുവരികയാണെങ്കിലും ദഹന സംബന്ധമായ നമ്മുടെ പ്രശ്നങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ തുടങ്ങിയ പല നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമുക്കൊരു പരിഹാരം നേടാവുന്നതാണ്.